പദവി എന്നതിനേക്കാൾ കൂടുതൽ പുതിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം സംസ്ഥാനത്തെ ജനത ഈ ഭരണത്തിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്. കേവലം കോൺഗ്രസ് പ്രവർത്തകരോ UDFന്റെ അനുഭാവികളോ മാത്രം പുലർത്തുന്ന ഒരു ആഗ്രഹമല്ല. ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമുണ്ട്. സ്റ്റേറ്റിലെ സാധാരണ ജനങ്ങൾ, സാധാരണക്കാർ ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവായിട്ട് അവർ കാണുന്ന പ്രസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക, അതിനെ ഒരുക്കുക, അതിന് പ്രവർത്തകർക്കൊപ്പം ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയതായി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് ഒറ്റക്കെട്ടായി യോജിച്ച് പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയോടൊപ്പം സഞ്ചരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും കോൺഗ്രസിന് സാധിക്കും. ഇതൊരു നല്ല ടീമായിട്ടാണ്, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല ഈ പ്രഖ്യാപനങ്ങളൊന്നും. നല്ലൊരു ടീമാണ്, ഒരു പ്രോപ്പർ ബ്ലെൻഡാണ്. അത് എല്ലാവരും ചേർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജാണ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കൽ തന്നെ. ആരെയും ഒഴിവാക്കാതെ ഒരു ഇൻക്ലൂസീവായി എല്ലാവരെയും ഉൾപ്പെടുത്തി പിന്നെ എല്ലാ അർത്ഥത്തിലുള്ള ഏജ് വൈസ് ആണെങ്കിലും ഏരിയ വൈസ് ആണെങ്കിലും ഒക്കെ എല്ലാം കൂടെ പിന്നെ ചേർത്ത് വെച്ചിട്ടാണ് ഇത്തരം ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ കഠിനാധ്വാനം ചെയ്യുക. വിജയത്തിലേക്ക് വേറെ കുറുക്കു വഴികളൊന്നുമില്ല. കഠിനാധ്വാനം ചെയ്യുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും അധ്വാനമായിട്ട് മുന്നോട്ട് പോവുക, സീനിയേഴ്സിന്റെ പരിപൂർണമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തുക, അതോടൊപ്പം ഞങ്ങൾക്ക് ഒപ്പമുള്ള ആളുകളുടെ ആവേശകരമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുക. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വരെ എല്ലാം മോശവും, ഇന്നെല്ലാം ഇന്നലെ വരെ നല്ല പ്രവർത്തനങ്ങളാണ് നടന്നത്. നല്ല റിസൾട്ടിലേക്കാണ് പാർട്ടിയെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതൃത്വം നയിച്ചത്. അപ്പം ആ 20-18 എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. ബൈ ഇലക്ഷനിലെ വിജയം അഭിമാനകരമാണ്. അപ്പൊ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളും കൂടെ ആയതുകൊണ്ടാണല്ലോ ആ റിസൾട്ട് ഉണ്ടായത്. അപ്പൊ ഇനിയിപ്പോ അടുത്തതിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ചലഞ്ച് മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ഒന്നും കൂടെ റിഫ്രഷ്ഡ് ആയിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അപ്പൊ അത് ഏറ്റെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഈ തെരഞ്ഞെടുപ്പിനെ അഡ്രസ് ചെയ്യാനും ഇലക്ഷൻ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. അതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ തൊട്ടടുത്ത് 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ജനവും ഉറ്റുനോക്കുകയാണ്. ഇതിനൊരു മാറ്റം വരണം, ഭരണത്തിനൊരു മാറ്റം വരണം, ജനം ഉറ്റുനോക്കുക. അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് പാർട്ടിയെ ഉയർത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തും. അല്ല, ജനങ്ങൾക്ക് അഭിലാഷമുണ്ട്, അതന്നെ പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് സംഘടനാ പ്രവർത്തനവും സംവിധാനവും നിലപാടുകളും സംഘടനക്കകത്ത് ഐക്യവും ആ 4 കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരു ഉത്തരവാദിത്തം തന്നെ. ഞാൻ പദവി എന്നുള്ളതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അത്ര ഇപ്പം എല്ലാ വാർഡ് കമ്മിറ്റികളുടെയും ഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ കേന്ദ്രീകരിച്ച് പൂർത്തിയായി കഴിഞ്ഞ എല്ലാ ജില്ലകളിലും അതിന്റെ കോഴിക്കോട് തന്നെയാണ് അതും ആരംഭിച്ചത്. എല്ലാ ജില്ലകളും അതിന്റെ കൺവെൻഷൻ, അവർക്ക് അതിന്റെ ട്രെയിനിങ്ങും ടാസ്കും കാര്യങ്ങളും അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതൊരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടുള്ള ഒന്നും നടക്കാത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ഇതിനെ താഴെ നിന്ന് പൊക്കിയെടുക്കാനെന്നുള്ളത് കണ്ടിന്യൂറ്റിയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂറ്റിയാണ്. നല്ല വർക്കാണ് ഇതുവരെ നടന്നത്. അതിനെ അതിനോടൊപ്പം അതിനെ കുറച്ചും കൂടെ വേഗത്തിലാക്കി കൂടുതൽ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ള നില കൂടിയാണ് പുനഃസംഘടന കാണുന്നത്. ഇപ്പം സുധാകരൻ ഉൾപ്പെടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഇതുവരെയുള്ളവരാരും മോശക്കാരായതുകൊണ്ട് ഞങ്ങളെ കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തതല്ല. ഇതുവരെ നടന്ന നല്ല വർക്കിനെ ഇനിയുള്ള ഈ ഒരു വർഷത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്താനും ജനവിരുദ്ധമായി നിൽക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിലുള്ള വികാരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും കഴിയും. ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ജനം ആഗ്രഹിക്കുന്ന ഹാർഡ് കോർ പാർട്ടി ലൈനിലുള്ളവർക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷമായിട്ടുള്ള നാട്ടിലെ പൊതുജനം, ഇവിടുത്തെ യുവത, സ്റ്റേറ്റിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് കേരളത്തെ നയിക്കാൻ അവരുടെ ശബ്ദമായി പാർട്ടി പ്രവർത്തിക്കുന്ന ഉറപ്പുവരുത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. ബൈ ഇലക്ഷൻ അതിന്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബട്ട് ദെൻ അവിടെയും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്, മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ബൈ ഇലക്ഷനിൽ ഉടനീളം ഇപ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ബൈ ഇലക്ഷനിൽ ഉടനീളം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്, തോറ്റ ചേലക്കരയിൽ പോലും 3-1 ഭൂരിപക്ഷത്തെ കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിലമ്പൂർ തിരിച്ചു പിടിക്കുന്ന ഒരു ബൈ ഇലക്ഷനായിട്ട് ഇത് മാറും. അവിടെ പാർട്ടി തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചെടുക്കാനും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട.
അല്ല, ഞാൻ പുനഃസംഘടന ഇപ്പൊ ബ്ലോക്കും മണ്ഡലവും ഒക്കെ ഇപ്പൊ നടത്തി വാർഡ് വരെ പുതിയ തെരഞ്ഞെടുത്ത് ഞാൻ ഓരോ KPCC വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പുതിയ നേതൃത്വം വരുമ്പോഴും ആ കമ്മിറ്റി കാലത്തിന്റെ അവസാനം വരെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതൊന്നുമല്ല അജണ്ട. പുനഃസംഘടന ഇപ്പോൾ ഒരു പ്രക്രിയ, ഒരു മേജർ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യം വേണ്ട ചേഞ്ചുകൾ, ഇനി ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ ജനറേഷനൊക്കെ കുറച്ചും കൂടെ ആൾക്കാർ, പുതിയ ആൾക്കാരൊക്കെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാവുന്ന, അവരെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന സ്പേസുകൾ, അത്തരം സ്പേസുകളിൽ പിന്നെ ഡ്യൂട്ടി സ്പെസിഫിക് ആയിട്ടുള്ള, റോൾ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇത് ഏറ്റെടുക്കുമ്പോഴത്തേക്ക് തന്നെ പിന്നെ കുറേ മാസം പുനഃസംഘടനാ ചർച്ച അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വാർഡ് തലം വരെ ലീഡർഷിപ്പ് പുതിയത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനി വേണ്ട ചേഞ്ചസ് എവിടെയാണോ എന്നുള്ളത് ആലോചിച്ച് അത് ടൈം ബൗണ്ടായിട്ട് അത് ചെയ്യും. അല്ല പിന്നെ കമ്മിറ്റി കാലം മുഴുവൻ പുനഃസംഘടന എന്നുള്ളതായിരിക്കില്ല അജണ്ട. ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ജനങ്ങളുടെ കൂടെ തീരുമാനമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആളുകളുടെ നിന്നുള്ള റെസ്പോൺസ് കോഴിക്കോടിന് കോൺഗ്രസിന് UDFന് കുറെ കാലമായിട്ട് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പാർട്ടി നടത്തുന്നുണ്ട്. കോഴിക്കോട്ടെ പാർട്ടിയും DC പ്രസിഡന്റും ഇവിടുത്തെ നേതൃത്വം, PCC ജനറൽ സെക്രട്ടറി, മുൻ DC പ്രസിഡന്റ് ഉൾപ്പെടെ ലീഡർഷിപ്പ്, കോൺഗ്രസും KSU ലീഡർഷിപ്പ് ഒക്കെ ഇവിടെയുണ്ട്. അത് കുറച്ചായിട്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നപ്പോഴും അതുപോലെ ബഹുമാനപ്പെട്ട KC വാർഡ് പ്രസിഡന്റുമാരുടെ KC വേണുഗോപാൽ അദ്ദേഹം വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമത്തിന് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 26 നിയമസഭയിലേക്ക് അവര് ചുവട് വെക്കുമ്പോൾ കോഴിക്കോട് നിന്ന് MLAമാർ ബസ്സിലോ ട്രെയിനിലോ ആയിട്ട് കോൺഗ്രസിന്റെ MLAമാർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കും. ആ കാര്യത്തിനൊരു സംശയവും വേണ്ട. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിലാണ് പറയുന്നത്. ഞങ്ങൾ മാത്രം തീരുമാനിച്ചടക്കുന്നതല്ല, ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ഇപ്പൊ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിവിടെ താഴെത്തട്ടിൽ ഇറങ്ങുമ്പോഴും ജനങ്ങളെ കാണുമ്പോഴും പബ്ലിക് ഫംഗ്ഷൻസിൽ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ഇനി ഒരു ചേഞ്ച് വേണം, സ്റ്റേറ്റിലൊരു ചേഞ്ച്. പിന്നെ എന്തൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലും കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം അത് അന്യം നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഈ നാട്ടിലില്ല. കോൺഗ്രസിന് എന്തെങ്കിലും പിന്നെ പോരായ്മകളുണ്ടെങ്കിൽ ജനം തിരുത്തും. ഞങ്ങളെ ഇച്ചിരി വഴക്കൊക്കെ പറയും, നിങ്ങൾ പോരാ ഇങ്ങനെ ആയാൽ പോരാന്നൊക്കെ പറയും. പക്ഷെ ജനങ്ങൾക്ക് തിരുത്താവുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എപ്പോഴും. ജനങ്ങളുടെ മേലെ അധികാരത്തെയോ അതല്ലെങ്കിൽ അധികാര ചിഹ്നങ്ങളോ അടിച്ചേൽപ്പിക്കുന്നവരല്ല. ജനങ്ങൾക്ക് തിരുത്താൻ കഴിയാവുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അപ്പൊ ആ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം, അത് വളരണം എന്നുള്ളത് ഇവിടുത്തെ ഒട്ടുമിക്ക ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് മോശമാകുമ്പോൾ ജനം ഒന്ന് ചെവിക്ക് പിടിക്കും. ഇത്തവണ അടുപ്പിച്ച് 2 തവണ ചെവിക്ക് പിടിച്ചു. ഇനിയിപ്പോൾ അത് മതിയായി. അത് പിടിച്ചുകൊണ്ട് സ്റ്റേറ്റ് അനുഭവിക്കുന്ന ദുരന്തങ്ങളും പ്രയാസങ്ങളും ആളുകൾ കാണുന്നുണ്ട്. ഇനി മതിയായി എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇനിയിപ്പോൾ അവർ നോക്കി കാണുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിരിക്കും ഇനി ശ്രമിക്കുക. ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ പുതിയ ശൈലിയും രീതിയൊക്കെ പരീക്ഷിക്കും. ഇപ്പം ഓരോ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പുതിയ ശൈലി, അടിമുടി മാറ്റം, ഇതൊക്കെ ഒരു പ്രഖ്യാപനത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല. നല്ല ശൈലികളും നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ, അത് തുടരും. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് തിരുത്തും. ഇപ്പോഴത്തെ ജനവും ഈ സമയവും ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സ്റ്റേറ്റിലെ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും. കാരണം ആളുകൾക്ക് വിരക്തി ഒരു ഭരണത്തോട് മാത്രമുള്ള വിരക്തിയല്ല. ഇവിടുന്ന് ആളുകൾ സ്റ്റേറ്റ് വിട്ട് പോവാൻ ഓടാൻ ശ്രമിക്കുന്ന കാഴ്ച പലയിടത്തും കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ ജീവിക്കാനും ഇവിടെ വളരാനും ഉള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. തൊഴിലിന്റെ, സംരംഭകത്തിന്റെ ഒക്കെ കാര്യത്തിൽ അവരുടെ സമാധാനത്തോടെയുള്ള വളർച്ച ആഗ്രഹിക്കുന്ന ജീവിതത്തിനുള്ള സ്കോപ്പ് ഇവിടെ സ്റ്റേറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ആളുകൾ പ്രയാസത്തിലല്ലേ. ഇപ്പം മെഡിക്കൽ കോളേജിന്റെ കാര്യം നമ്മൾ കണ്ടു. ഞാൻ ഇപ്പം യുദ്ധവും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലൊരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആശാവർക്കർമാരുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വളരെ സാധാരണക്കാരുൾപ്പെടെയുള്ള ആളുകൾ പ്രയാസത്തിലാണ്. അത്തരം ഡിസ്കഷൻസ് ഒന്നും ആരംഭിച്ചിട്ടില്ലല്ലോ. DCC പ്രസിഡന്റുമാർ ഇന്ന് വൈകുന്നേരം മാറ്റുന്നു, അങ്ങനത്തെ നാളെ മാറ്റുന്നു, അങ്ങനത്തെ ഒരു ഡിസ്കഷനും ആരംഭിച്ചിട്ടില്ല. അപ്പം ഇവിടെ നിന്നാണെങ്കിൽ DCC ആണ് ഇപ്പോൾ ഗംഭീരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനം എല്ലാവരും നന്നായി, എല്ലാവരും അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി എന്താണോ ഫർദർ മുന്നോട്ട് പോകാൻ എന്താ ആവശ്യം എന്നുള്ളത് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് അതിന്റെ തീരുമാനങ്ങൾ ലീഡർഷിപ്പ് ഹൈക്കമാൻഡിന്റെയും അനുമതിയോടെ. അല്ല, പുനഃസംഘടന ഒരു ലോങ് പെൻഡിങ് പ്രോസസ്സാക്കി മാറ്റാൻ എന്തായാലും ഒരു കമ്മിറ്റിക്കാലും ആഗ്രഹിക്കില്ലല്ലോ. അപ്പൊ അതിന്റെ ടൈം ബൗണ്ട് ആയിട്ടുള്ള ചില ഡിസിഷൻസ് വളരെ പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം ഫീൽഡിൽ ഉണ്ടാവണം. ഭാരവാഹികൾ എങ്ങനെ സെക്രട്ടറിമാരിപ്പോ ഉണ്ട്. നിലവിൽ KPCക്ക് ഭാരവാഹികൾ ഉണ്ടല്ലോ.
അവരാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിലും ബൈ ഇലക്ഷനിലൊക്കെ അവരൊക്കെ തന്നെയല്ലേ വർക്ക് ചെയ്ത്. അപ്പൊ അതിൽ ഇനി എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ആലോചിച്ചിട്ട് ആ സമയത്ത് നോക്കിയിട്ട് അത് ചെയ്യും. അതൊരു നെസസിറ്റിയാണ്, നമ്മുടെ പാർട്ടിയുടെയും പിന്നെ സൊസൈറ്റിയുടെയും ഒരു നെസസിറ്റിയാണ്. കൂടുതൽ അത്തരം ശബ്ദങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഇപ്പം പാർലമെന്റിലേക്കാണെങ്കിലും അസംബ്ലിയിലേക്കാണെങ്കിലും മറ്റേതൊരു പ്രസ്ഥാനത്തേക്കാളും മുമ്പ് പറയുമായിരുന്നു കോൺഗ്രസ് യുവജനങ്ങൾക്ക് അങ്ങനെ പിന്നെ ഒരു ചാൻസ് കൊടുക്കാത്ത പ്രസ്ഥാനമാണ്. നിങ്ങളിപ്പോ ഒരറ്റം മുതൽ എണ്ണിക്കോ. ഇപ്പൊ ഞങ്ങൾക്ക് MLA-മാരുള്ള സ്ഥലം തന്നെ നിങ്ങൾ എണ്ണിക്കോ. സജീവ് ജോസഫ് കണ്ണൂരുണ്ട്. വയനാട്ടിലേക്ക് വന്ന IC ബാലകൃഷ്ണൻ MLA ആണ്. T സിദ്ദിഖ് MLA ആണ്. പിന്നെ പാലക്കാട്ടേക്ക് പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ MLA ആണ്. പിന്നെ തൃശ്ശൂരിലേക്ക് പോയ സനീഷ്, അവിടെ എറണാകുളത്തേക്ക് പോയ മാത്യു, റോജി, എൽദോ, സാത്ത്. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരെ നിങ്ങളങ്ങ് എണ്ണിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ പാർലമെന്റിൽ ഞാൻ, ഹൈബി, ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയും കോൺഗ്രസ് തന്നെ. അതിനിപ്പോ ഞങ്ങൾ നാളെ വന്നിട്ട് നാളെ ഇതുവരെ ഇല്ലാത്തൊന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. മികച്ച സീറ്റുകൾ ജയിക്കാൻ കഴിയാവുന്ന, ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയാവുന്ന ചെറുപ്പക്കാരുണ്ട്. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കും. അൾട്ടിമേറ്റ്ലി ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി പെരുമാറും എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ പാർട്ടിയുടെ അടുത്ത് നിന്നുണ്ടാവും എന്നുള്ളതാണ്. അവരാഗ്രഹിക്കുന്ന മാറ്റങ്ങൾക്ക് പാർട്ടി ലീഡർഷിപ്പ് കൊടുക്കുമെന്നുള്ളതാണ്. അത് ബൂത്താണെങ്കിലും KPCC ആണെങ്കിലും. പിന്നെ നല്ല ലീഡർഷിപ്പാണ് ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. PCC പ്രസിഡന്റും പിന്നെ UDF കണ്ണൂർ ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ, സഹപ്രവർത്തകർ രണ്ടുപേരും, അവരൊക്കെ ശരിക്കും ജനങ്ങളുടെ പൾസ് അറിയുന്ന ലീഡർഷിപ്പ് ഇപ്പോൾ ഈ കമ്മിറ്റിയിലും വന്നിട്ടുണ്ട്. കോൺഗ്രസ് അങ്ങനെയല്ല. ഇപ്പൊ 5 വർഷം ജയിക്കുന്ന ആള് 8 വർഷം 10 വർഷമൊക്കെ പോകുന്നൊരു MP ആയാലും MLA ആയാലും ആ രീതിയിലാണ്. ഒരുപാട് മത്സരിച്ച ആളുകൾ ഇപ്പോഴും ഉണ്ട്, മുമ്പും ഉണ്ട്. നിശ്ചിതകാലത്ത് ഇങ്ങനെ ജനപ്രതിനിധികളാകുക, ഭാരവാഹികളാകുക ഇല്ല. ബേസിക്കലി ജയസാധ്യത തന്നെയാണ് ഏറ്റവും പ്രധാനം. അതൊരു സീനിയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ആ സീറ്റ് ജയിക്കാൻ ഏറ്റവും സാധ്യത സീനിയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആള് നമ്മൾ ഫൈറ്റ്. അതല്ല, ഒരു ചെറുപ്പക്കാരനെ നിർത്തിയ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അങ്ങനെ. പിന്നെ അങ്ങനെ കണ്ടിന്യൂറ്റി ഇപ്പം കുറേ കാലം തുടരുന്ന അങ്ങനത്തെ ആളുകൾ, അവർ ഭയങ്കര ജനകീയരായിട്ടുള്ള ആളുകൾ. അപ്പൊ അവരുടെ റീപ്ലേസ്മെന്റിന് കൃത്യമായിട്ടുള്ള അടുത്ത ജനറേഷൻ കൂടെ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ഒരു പ്രോപ്പർ ബ്ലെൻഡാണ്. സീനിയേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അതിന്റെ നെക്സ്റ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്. ഇപ്പോൾ കേരളത്തിലെ നെക്സ്റ്റ് ലൈൻ ലീഡർഷിപ്പിന് വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡ് ഉണ്ടാവും. ചെറുപ്പക്കാരെന്തായാലും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരവസ്ഥ പിന്നെ ഒരു കാരണവശാലും ഈ സമീപകാലത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കില്ല. അത് പാർട്ടി പദവികളാണെങ്കിലും പാർലമെന്ററി അവസരങ്ങളാണെങ്കിലും.